അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ എൻ്റെ ജീവിതകഥ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. 1998 വർഷത്തിൽ ഞാൻ സൗദി അറേബ്യയിൽ പോവുകയും അവിടെ അൽവത്തനിയ എന്ന ഒരു ന്യൂസ് പേപ്പർ കമ്പനിയിലായിരുന്നു ഡ്രൈവർ വിസയിലാണ് പോയത്. 21 വയസ്സാണ് പ്രായം. ആ സമയത്ത് ഏകദേശം ഒരു 3-4 മാസത്തോളം റിയാദിൽ നസീം ടയറ്റോ ഥലാഥിയിലാണ് നമ്മുടെ കമ്പനിയുടെ ബ്രാഞ്ച് ഉണ്ടായിരുന്നത്. ഹെഡ് ഓഫീസ് മനാസിലായിരുന്നു. അങ്ങനെ ആ കമ്പനി അവിടെ നിന്ന് ലൈസൻസ് ഒക്കെ കിട്ടി. അത് കഴിഞ്ഞ് ട്രെയിനിങ്ങും ഒക്കെ ലഭിച്ചതിന് ശേഷം മദീനയിലേക്കായിരുന്നു എനിക്ക് ട്രാൻസ്ഫർ ആയത്. വളരെ സന്തോഷത്തോടു കൂടി മദീനയിൽ പോയി പരിശുദ്ധമായ റൗദയിൽ പലപ്പോഴും പോകുവാനും അവിടെ നിസ്കരിക്കാനും ഒക്കെ എനിക്ക് ഒരു ഭാഗ്യം ലഭിച്ചു. അൽഹംദുലില്ലാ. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അവിടെ കഴിയുന്ന സമയത്ത് ഹജ്ജിന്റെ ഒരു സീസണായി വന്നു. അവിടെ ചെന്ന് ഏകദേശം ഒരു 3-4 മാസം 2 മാസം 3 മാസം കഴിഞ്ഞ സമയത്താണ് ഹജ്ജായത്. ഹജ്ജിനായിട്ട് എൻ്റെ നാട്ടിൽ എന്നെ പഠിപ്പിച്ച ദർസിൽ പഠിപ്പിച്ച ഉസ്താദിന്റെ ഭാര്യയും ജ്യേഷ്ഠന്റെ ഭാര്യയും വേറൊരു ഉസ്താദും ഉസ്താദിന്റെ ഭാര്യയും അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ മദീന മുനവ്വറയിൽ വെച്ച് ഉസ്താദിനെ യാദൃച്ഛികമായി കാണുകയും, അന്ന് ഇന്നത്തെ പോലെ ഫോൺ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ വിളിക്കാനും പറ്റും. ഇന്നത്തെ കാലത്താണെങ്കിൽ ഉസ്താദന്മാർ നാട്ടിൽ നിന്ന് വരണമെങ്കിൽ നമുക്ക് മുൻകൂട്ടി അറിയാനും അവരെ സ്വീകരിക്കാനൊക്കെ പറ്റും, പോയി കാണാനൊക്കെ പറ്റും. ഇത് വളരെ യാദൃച്ഛികമായി മദീന മുനവ്വറയിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ കാണുകയും ഉസ്താദുമായി കുശലം സംസാരിക്കുകയും വിശേഷങ്ങളൊക്കെ തിരക്കുകയൊക്കെ ചെയ്തപ്പോൾ ഉസ്താദ് ചോദിച്ചു, മോനെ ബദറിൽ പോകാൻ പറ്റുമോ? എന്തെങ്കിലും വഴിയുണ്ടോ ബദറിൽ പോയി നമുക്കൊന്ന് സിയാറത്ത് ചെയ്യാൻ? അന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ മദീനയിൽ നിന്നും ബദറിലേക്ക് എല്ലാ ദിവസവും പത്രവുമായി ന്യൂസ് പേപ്പറുമായി പോകാറുണ്ട്. അപ്പോൾ ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ വഴിയിലുണ്ടായിരുന്ന ചെക്ക് പോസ്റ്റിലുള്ള പോലീസുകാരനോട് ചോദിക്കുകയും അങ്ങനെ അവൻ പറഞ്ഞു, കുഴപ്പമില്ല, ഇവിടെ അങ്ങനെ പോകാൻ പാടില്ല, പക്ഷെ എന്നാലും നീ കൊണ്ടുവന്ന് നീ നമുക്ക് എന്നും കാണുന്ന ആളല്ലേ, അറിയുന്ന ആളല്ലേ, നിനക്ക് കുഴപ്പമില്ല, നീ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഒരു വണ്ടിയൊക്കെ വാടകയ്ക്ക് എടുത്ത് ഉസ്താദുമാരെ കയറ്റി, അവർ 6 പേരുണ്ടായിരുന്നു, അവരെ വണ്ടിയിൽ കയറ്റി നേരെ ഈ ചെക്ക് പോസ്റ്റിനടുത്തെത്തി. ചെക്ക് പോസ്റ്റിനടുത്ത് ഞാൻ വണ്ടി സൈഡാക്കി നിർത്തി. അപ്പോൾ വേറെ പോലീസുകാരും കാണാൻ ഒരു പോലീസുകാരും. അപ്പം ഞാൻ അന്ന് തലേ ദിവസം സംസാരിച്ച പോലീസുകാരനല്ല ഉള്ളത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നു. പോലീസുകാരോട് സംസാരിച്ചപ്പോൾ പോലീസുകാരൻ പറഞ്ഞു അങ്ങനെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ തിരിച്ച് വരാനുള്ള പിന്നെ പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നൊക്കെ കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ആകെ ഒരു നിരാശയായി. എങ്കിലും ഞാൻ അവനൊന്ന് റിക്വസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു, ഇന്നലെ ഞാൻ ഇവിടെ ഒരാളോട് എൻ്റെ പോലീസുകാരനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതുപോലെ കൊണ്ടുവന്നത്. പിന്നെ ഞാൻ വണ്ടിയൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് വന്നതല്ലേ, നീ ഒന്ന് വിടുമെന്ന് വെച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എന്നാൽ നീ എനിക്കൊരു 5000 റിയാൽ താന്ന് പറഞ്ഞു. 5000 റിയാൽ കൊടുക്കാൻ എൻ്റെ അടുത്ത് 5000 റിയാൽ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു, അന്നും എൻ്റെ അടുത്ത് പൈസയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നീ 1000 താന്ന് പറഞ്ഞു. 1000 പറയുമ്പോൾ ഞാൻ പറഞ്ഞു, 1000 എൻ്റെ കയ്യിലില്ല, എനിക്ക് ആകെ പെട്രോൾ ഓടിക്കാൻ 500 റിയാൽ ഇട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു, പൈസ ഇല്ല എന്ന് പറഞ്ഞു. നീ എന്നാൽ 500 താന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആകെ വിഷമത്തിലായി. എൻ്റെ കയ്യിലും എനിക്ക് പറഞ്ഞാൽ പൈസയൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞാൻ ഉസ്താദിനോട് വണ്ടിയിൽ വന്ന് ഉസ്താദിനോട് ചോദിച്ചാൽ അവൻ ഇങ്ങനെ പൈസ ചോദിക്കുന്നുണ്ട്, എന്താ ഇപ്പം ചെയ്യാന്ന് വെച്ചു. ഉസ്താദ് പറഞ്ഞ് പോകാൻ പറ്റുമെങ്കിൽ കൊടുക്കും മനേന്ന് പറഞ്ഞു, അവൻ വിടുമെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഞാൻ 500 റിയാൽ കൊണ്ടുപോയി കൊടുത്തു. പക്ഷേ ആ പൈസ വാങ്ങിയതിന് ശേഷം വാങ്ങിയ ഉടനെ അവൻ എന്നോട് ചോദിച്ചു, നീ ഇങ്ങനെ പൈസ ചോദിച്ചു. അവൻ്റെ സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ സാധാരണ പലപ്പോഴും നമ്മൾ പോലീസുകാരൊക്കെ ഇതുപോലെ ഇടയ്ക്കൊക്കെ വിളിച്ച്, നമുക്ക് ശരിക്കും അറബിയൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ വരട്ടാറും ഇങ്ങനെയുള്ള തമാശയൊക്കെ അവരിങ്ങനെയൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു രൂപത്തിലേ ഞാൻ നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സിമ്പിളായിരുന്നു, നീ ചോദിച്ചിട്ടില്ലേ തന്നത്, എനിക്കറിയില്ല, നീ ചോദിച്ചു, ഞാൻ പൈസ തന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കൊടുക്കലുണ്ട്, പോലീസുകാർ ചോദിക്കും, അവർ കൊടുക്കലുണ്ട്, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. നീ ചോദിച്ചതാണോ ഞാൻ തന്നതെന്ന്. ഉടൻ തന്നെ അവൻ പിന്നെ അവരെ നിന്ന് എത്ര പൈസ മേടിച്ചെന്ന് ചോദിച്ചു, ഈ വണ്ടിയിലിരിക്കുന്നവരെ നിന്ന് എത്ര പൈസ മേടിച്ചു. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞ അവരെൻ്റെ ഉസ്താദന്മാരാണ്, എന്നെ പഠിപ്പിച്ച ഉസ്താദന്മാരാണ്, അവരിൽ ഞാൻ പൈസ ഒന്നും വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും അവൻ ഉടനെ വയർലെസ് എടുത്ത് അടുത്ത പോലീസുകാർ, സാധാരണ എപ്പോഴും 1-2 പേര് പോലീസുകാരോട് ഉള്ളതാണ്, പക്ഷെ എൻ്റെ എന്തോ നിർഭാഗ്യവശാൽ അന്ന് ഒരാൾ മാത്രമേ ഉള്ളൂ. എന്തായാലും അവൻ എൻ്റെ ആ പൈസ കയ്യിൽ വെച്ചിട്ട് ആ പോലീസുകാരെ വിളിക്കുന്നു, വയർലെസ്സിൽ മെസ്സേജ് കൊടുക്കുന്നു. ഉടൻ തന്നെ ഒരു വണ്ടി പോലീസുകാർ വരുന്നു.
അവരോട് ഇവൻ പറഞ്ഞു ഇതുപോലെ എനിക്ക് പൈസ തന്നു, കൈക്കൂലി തന്നാണ് ഇവർ കൊണ്ടുപോകണം കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അവർ അറബിയിലാണല്ലോ, ഈ കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല എന്താ പറയുന്നത്. എന്നാലും നമുക്ക് വലുതായിട്ട് അറബി അറിയില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവർ തന്നെ കൈ വിലങ്ങ് വെച്ചു. അവിടെ അങ്ങനെ ഏത് ചെറിയ കാര്യത്തിനും കയ്യാൻ വയ്ക്കും. അങ്ങനെ വിലങ്ങണിയിച്ചു, അവരെ വണ്ടിയിൽ കയറ്റിയിരുത്തി. എൻ്റെ വണ്ടിയിൽ ഒരു പോലീസുകാരൻ കയറി ആ ഉസ്താദന്മാരെയും അവരെയും കൊണ്ട് നേരെ ഹോട്ടലിലേക്ക് യാത്ര ചെയ്തു. അങ്ങനെ ഞാൻ ആകെ വിഷമത്തിലായി, എന്താ ചെയ്യപ്പോ, ആകെ കിടിയിലായി. പിന്നെ ഒരു സമാധാനം പറഞ്ഞാൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഒരു ബോധ്യം എനിക്കുണ്ട്. കാരണം ഞാൻ അങ്ങോട്ട് കൊടുത്തല്ല, അവൻ എന്നോട് ചോദിച്ചു, മനഃപൂർവ്വം ചോദിച്ചു വാങ്ങിയിട്ട് എന്നെ മനഃപൂർവ്വം കുടിക്കിയത് പോലെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ എന്തായാലും ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ എന്തും നേരിടാനുള്ള ഒരു മനക്കരുത്ത് എനിക്ക് ഉണ്ടായിരുന്നു. ചെറുതിലെ തന്നെ ഞാനൊരു ഒരു അത്യാവശ്യം മനക്കരുത്തുള്ള ഒരാൾ തന്നെയാണ്. എങ്കിലും അന്യനാട്ടിലാണ്, നമുക്ക് യാതൊരു ബന്ധവുമില്ല, ഒരാളെയും പരിചയമില്ല, വലിയ ബന്ധങ്ങളൊന്നുമില്ല. റൂമിൽ തന്നെ അവിടെ വന്ന് റിയാദിൽ നിന്ന് വന്നിട്ട് 1-2 മാസമായിട്ടുള്ളൂ. മറ്റുള്ള സ്ഥലങ്ങളെ പോലെ അല്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലമാണ് സൗദി അറേബ്യ. ഞാനിപ്പം കുവൈത്തിലുണ്ടായിരുന്നു 15 കൊല്ലം, ഇപ്പൊ ഇവിടെ UAE 10 കൊല്ലമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടുത്തെ അവസ്ഥയിൽ ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരാളെ ഒരു പോലീസ് സ്റ്റേഷനിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പിടിച്ചെന്തെങ്കിലും കുറ്റത്തിൽ അതുകൊണ്ട് തിരക്ക് പോകാനോ അന്വേഷിക്കുവാനൊക്കെ വളരെ ഈസിയാണ്, കണ്ടെത്താനും ഒക്കെ വളരെ എളുപ്പമാണ്. സൗദി അറേബ്യയാണ് എവിടെ കൊണ്ടുപോയി ഏത് പോലീസ് സ്റ്റേഷനാണ് എവിടെ നിന്ന് ഒരാൾ കറക്റ്റ് പറഞ്ഞു തരത്തില്ല നമ്മൾ തിരക്കി പോയാലും. എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് വലിയ എക്സ്പീരിയൻസ് അവിടെ ഇല്ല, എങ്കിലും ഞാൻ മനസ്സിലാക്കിയ അങ്ങനെയാണ്. എന്നെ 1 മാസത്തോളം ഒരാളും തിരഞ്ഞു വന്നില്ല. 1 മാസം എന്ന് പറയുമ്പം ഈ പിന്നെ ആദ്യത്തെ ദിവസം ഒരു ദിവസം അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലായിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസത്തോളം ഈ CIDന്റെ ഓഫീസിലായിരുന്നു. ആ CIDന്റെ ഓഫീസിൽ കിടക്കുന്ന സമയത്ത് അതുവരെ ഞങ്ങൾക്ക് അത്ര വലിയൊരു ഫീലിംഗ് ഒന്നും, പക്ഷെ അപ്പോഴത്തേക്ക് എനിക്ക് എന്താണ് ഇനി മുന്നോട്ടുള്ളത് സംഭവം എന്താണെന്നുള്ളതൊന്നും എനിക്ക് അറിയാൻ വയ്യ. അപ്പൊ വളരെ ഒരു പ്രയാസമായി, എന്ത് ചെയ്യും എന്നുള്ളത്. കാരണം നമ്മൾ അന്യൊരു നാട്ടിലാണ്, നമ്മൾ വലിയ കൊലക്കുറ്റമൊന്നും ചെയ്തില്ല എങ്കിലും ഈ സൗദി അറേബ്യ പലരും അറിയാലോ, ഇതിന് അകത്ത് പെട്ടുപോയാൽ ഇതിനെ പുറത്ത് ഇങ്ങനെ വരും എന്നുള്ള കുറിച്ച്. പിന്നെ 21 വയസ്സേ ഉള്ളല്ലോ, നമുക്ക് ലോക പരിചയം വളരെ കുറവാണല്ലോ. അപ്പൊ ആ ഒരു നിലയിൽ ഞാൻ വളരെ വിഷമത്തിൽ ഇങ്ങനെ ഒരു ദിവസം. അപ്പൊ അതിന്റെ ഈ മുബാഹസിന്റെ ഏറ്റവും വലിയൊരു ഉയർന്ന ഓഫീസർ ഉണ്ടായിരുന്നു. ഓഫീസർ സാധാ സിവിൽ ഡ്രസ്സിൽ തന്നെയാണ് ഇരിക്കുന്ന അറബിലോട്ട്. ഒരു 25 വയസ്സാണ് ഞാൻ കാണുമ്പോൾ, 25 വയസ്സ് പ്രായം അദ്ദേഹത്തിന് ഉണ്ടാവുള്ളൂ. അപ്പൊ സുൽത്താൻ എന്നാണ് പേര്. അപ്പൊ ഈ സുൽത്താൻ അദ്ദേഹത്തിന്റെ കൊണ്ടുപോയി ഞാൻ എടുത്ത കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ കൃത്യമായി എല്ലാ സ്ഥലത്തും ഒരേപോലെ തന്നെ പറഞ്ഞു. എൻ്റെ അടുത്ത് പൈസ ഞാൻ ചോദിച്ചു, ഞാൻ ഉസ്താദന്മാരെ കൊണ്ടുവന്നതാണ്, അവർ ചോദിച്ചു 500 റിയാൽ കൊടുത്തു. ഞാൻ എല്ലാം സത്യസത്യമായി പറഞ്ഞു. അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടു. പക്ഷെ അദ്ദേഹം പറയുന്നത്, നീ കൊടുത്ത പൈസ അവര് ഇതായിട്ടുണ്ട്, വേറെ ആരും സാക്ഷി പറയാനില്ല, അവൻ പറയുന്നതിലേ അവർക്ക് വിശ്വസിക്കാൻ പറ്റും. അപ്പൊ ആ ഒരു കണ്ടീഷനിൽ അപ്പൊ ഞാനത് ഇതിന് പറയുന്നത് റഷ്വ എന്നാ പറയാം, കൈക്കൂലിക്ക് റഷ്വ എന്ന അറബിയിൽ പറയും. എല്ലാ ഓഫീസിന്റെ മുന്നിലും എഴുതി വെച്ചിട്ടുണ്ട് റഷ്വ ഹറാം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ഈ വിഷയത്തിൽ കൈക്കൂലി കൊടുത്തതിന്റെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് എന്റെ കേസ്. അങ്ങനെ ഞാൻ അവിടെ 3 ദിവസമാണ് ഈ മുബാസിൽ ഈ CIDന്റെ ഓഫീസിൽ താഴെ ഭാഗത്തുള്ളത്. അത് ഒരു സെല്ലിൽ 2 പേരെ കിടക്കുന്നത്. നല്ല സെറ്റപ്പാണ്, നല്ല കമ്പിളിയും മെത്തേ കൊണ്ട് നല്ല സെറ്റപ്പിലാണ് കിടക്കുന്നത്. ഒരു സെല്ലിൽ 2 ആളുള്ളത്. അപ്പൊ അതിൽ വേറൊരാൾ സാമ്പത്തികമായ എന്തോ ഒരു ഈജിപ്ഷ്യൻ കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഞാൻ 2 ദിവസം അങ്ങനെ കിടന്ന് അങ്ങനെ മാനസികമായി വളരെയധികം വിഷമിച്ച് ഞാൻ അങ്ങനെ പൊട്ടിക്കരഞ്ഞത് മാത്രമല്ല, നാട്ടിലെൻ്റെ വാപ്പ അന്ന് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ്. കാലിൽ എന്തോ ക്ലോക്ക് തറയിൽ വീണ് അതിന് ചില്ല് പൊട്ടിയിട്ട് കാലിൽ പഴുത്ത് അങ്ങനെയൊക്കെ ഒരു വലിയൊരു ബുദ്ധിമുട്ടിൽ കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ നാട്ടിലെ അവസ്ഥ അറിയാൻ വയ്യ. പുറത്തുള്ള സമയത്ത് വല്ലപ്പോഴൊക്കെ കോയിൻസ് കിട്ടാൻ ഇന്നത്തെ പോലത്തെ സംവിധാനമൊന്നുമില്ല, ഫോണും മൊബൈലും കാര്യങ്ങളൊന്നുമില്ല. ഒരു കത്ത് തന്നെ വരുന്ന, നമ്മളൊരു കത്ത് അയച്ച് അതിന് എത്ര ദിവസം കാത്തിരുന്നത്, 10-15 ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു കത്ത് നമ്മളെ കൈ കിട്ടുന്നത്, ലെറ്റർ കിട്ടുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് അന്നുണ്ടായിരുന്നത്. ഇന്നത്തെ സംവിധാനങ്ങളൊക്കെ ഒരുപാട് മാറിപ്പോയില്ലേ. അപ്പൊ അങ്ങനെ കത്ത് മാപ്പാന്റെ അവസ്ഥ ഒന്നും അറിയാൻ വയ്യാതെ ഞാനും അല്ലാതെ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞു. അങ്ങനെ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഈ സുൽത്താൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇന്നും ഞാൻ എൻ്റെ ഓർമ്മകളിൽ എനിക്കത് ഭയങ്കര ഒരു അതിശയമായി തോന്നുകയാണ്. ഏറ്റവും ടോപ്പ് അദ്ദേഹം, അത്രയും ടോപ്പ് ഒരാളാണെന്ന് മനസ്സിലാവുന്നത് തന്നെ അദ്ദേഹം താഴെ, ഞാനിവിടെ ഇങ്ങനെ കരയും ഒച്ചുണ്ടാക്കുകയൊക്കെ ചെയ്ത സമയത്ത് പോലീസുകാരെ അറിയിച്ചിട്ടാണെന്ന് തോന്നുന്നു, അദ്ദേഹം മുകളിൽ നിന്ന് താഴെ വന്നു, എൻ്റെ സെല്ലിൽ വന്നു എൻ്റെ കട്ടിൽ, എൻ്റെ കിടക്കേൻ്റെ സൈഡിൽ അദ്ദേഹം ഇരുന്നു എന്നുള്ളതാണ്. എനിക്കത് വലിയ ഒരു ഇതാണ്. അദ്ദേഹം എൻ്റെ കട്ടിലിൻ്റെ ആ കിടക്കയിൽ എൻ്റെ അടുത്ത് സൈഡിൽ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു എന്താണ് നിന്റെ പ്രശ്നം. എന്നെ വളരെ സമാധാനത്തിൽ, വളരെ ഇതിൽ എന്നോട് കാര്യങ്ങളൊക്കെ, എന്താ നിന്റെ ആവശ്യം എന്ന് പറഞ്ഞ്. അപ്പൊ എനിക്ക് നാട്ടിൽ ഫോൺ വിളിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് പോലീസുകാരനെ കൊടുത്തിട്ട് എന്നെ കൂട്ടിപ്പോയി. അപ്പൊ അവർ വിലങ്ങ് വെക്കാൻ പോയപ്പോൾ പറഞ്ഞ് വിലങ്ങ് വെക്കേണ്ടെന്ന് അവരുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ടാകും. അങ്ങനെ വരെ
എന്നോട് അത്രയും എനിക്ക് അങ്ങനത്തെ ഒരു ആള് എനിക്ക് ആ സമയത്തൊക്കെ ഒരു ഇതെന്ന് അദ്ദേഹത്തോട് എനിക്കൊരു വല്ലാത്തൊരു ബഹുമാനവും സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നിപ്പോയി. പേര് സുൽത്താൻ എന്നാണ്. അദ്ദേഹം പറഞ്ഞു, നീ നാളെ ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകും, അവിടെ ഒരുപാട് ആളുകളുണ്ടാവും, അവിടെ ഒരുപാട് മലയാളികളും മറ്റു ഇന്ത്യക്കാരൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ നിന്റെ പ്രശ്നമൊക്കെ അവിടെ ചെല്ലുമ്പോൾ മാറും, അത് വലിയ കാര്യമൊന്നുമില്ല, അത് ഉടനെ നിൽക്കും. അയാൾ എന്നെ വളരെ നോർമലൈസ് ചെയ്തുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പൊ എനിക്ക് വളരെ സമാധാനമായി. അങ്ങനെ പിറ്റേ ദിവസം ആണ് ടെസ്റ്റ് നടക്കുന്നത്. പിറ്റേ ദിവസം ഇത് പറഞ്ഞതുപോലെ ജയിലിൽ കൊണ്ടുപോയി, സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയി. സെൻട്രൽ ജയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ വിശാലമായ ജയിൽ, വലിയ 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 കെട്ടിടങ്ങളാണ്. ഒരു കെട്ടിടത്തിനുള്ളിൽ ഏകദേശം ഒരു സൈഡിൽ 15 റൂമും ഒരു സൈഡിൽ 15 റൂമും. അതിന്റെ സെന്ററിൽ ഒരു വലിയ ഹാളാണ്. വലിയ ഹാളെന്ന് പറയുമ്പോൾ ഈ ഒരു 20 അടി വീതിയുള്ള ഒരു ഏകദേശം ഒരു 200 മീറ്ററെങ്കിലും പിന്നെ നീളമുള്ള ഒരു വലിയ ഒരു ഹാളാണ്. ഈ ഹാളിന്റെ 2 സൈഡിലായിട്ടുള്ള റൂമുകളൊക്കെ വലിയ റൂമുകളാണ്. റൂമിൽ അകത്ത് ഓരോ റൂമിലും പിന്നെ തറയിലാണ് എല്ലാവർക്കും ബെഡുണ്ട്. ബെഡ് കിടക്കാനുള്ള ബെഡും മറ്റുള്ള കാര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. റൂമിലും TV വെച്ചിട്ടുണ്ട്. അങ്ങനെ TV കാണാനും ഒക്കെ ഉള്ള സംവിധാനമൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഫുഡ് പിന്നെ രാവിലെ 6 മണിക്ക് ഫുഡ് വരും. അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 12 മണിക്ക് ഫുഡ് വരും. വൈകുന്നേരം 6 മണിക്ക് വരും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ വൈകുന്നേരം 4 മണിക്ക് ചായ വരും. അപ്പൊ ഇതെല്ലാം ഫുഡും ആഹാരവും ഒക്കെ നല്ല കൃത്യമായ ഫുഡ്. ഒരു ദിവസം മീനാണെങ്കിൽ, ഒരു ദിവസം ചിക്കൻ, ഒരു ദിവസം മട്ടൺ, ഒരു ദിവസം അങ്ങനെ ഓരോ ദിവസം ഐറ്റംസ് മാറി വരും. രാവിലെ വരുമ്പോൾ നല്ല റൊട്ടിയും അതുപോലെ കുബൂസും അതുപോലെ മറ്റേ തേനുണ്ടാവും, അതുപോലെ തന്നെ ഹമ്മൂസ് ഉണ്ടാവും, മറ്റേ അങ്ങനത്തെ സാധനങ്ങൾ, ചീസ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വരും. നല്ല ഫുഡ്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഒരു 1.5 മാസമാണ് ഫുൾ അവിടെ ഉണ്ടായിരുന്നത്. 1.5 മാസം കൊണ്ട് 10 കിലോ കൂടി എനിക്ക്. അപ്പൊ അതിന് അവിടുത്തെ ഫുഡിന്റെ കാര്യം അറിയാലോ. അപ്പൊ ഞാൻ അവിടെ ചെന്ന ഉടനെ സമയത്ത് തന്നെ എന്നെ ഒരു 2 അറബികൾ വന്നിട്ട് എന്റെ 2 കശത്തും ഇങ്ങനെ കയ്യിൽ തൂക്കിയെടുത്തിട്ട് കൊണ്ടങ്ങ് പോയി. അവരുടെ റൂമിലേക്ക് കൊണ്ടുപോയി. ഞാൻ ആകൊന്ന് പിടിച്ചത് എന്താ സംഭവം എന്നറിയില്ല. അവരവിടെ കൊണ്ടുപോയിട്ട് അവിടെ അതിനുള്ളിൽ കിടക്കൊക്കെ വിരിച്ചെന്നിട്ട് അതിന്റെ അവിടെ കിടന്നായിരുന്നു പറഞ്ഞു അവരുടെ റൂമിൽ. കാരണം സാധാരണ ആളുകളൊക്കെ പുതുതായിട്ട് വരുന്നവരൊക്കെ പിന്നീടാണ് മനസ്സിലാകുന്നത് അവിടെയൊക്കെ പുറത്തെ ഹാളിലാണ് കിടക്കല്. ഈ പഴയ ആളുകളുണ്ടല്ലോ, അതായത് കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് അവിടെ ഞാൻ എൻ്റെ പിന്നെ ഈ ചെറിയൊരു വിഷയമായിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ അവിടെ കേൾക്കുന്നത്, കാണുന്നതും അറിയുന്നതും ഒക്കെ ഓരോരുത്തരെ പരിചയപ്പെടുമ്പോൾ അറിയുന്നത് ഓരോരുത്തർ 5 വർഷമായവർ, 10 വർഷമായവർ, 15 വർഷമായവർ, 20 വർഷം, 18 വർഷമായിട്ട് ഒരാളുണ്ട്. 18 വർഷം ഒരു ബംഗാളിയാണ്. ബംഗാളി ചെയ്ത കുറ്റം എന്ന് പറയുന്നത് പിന്നെ അവന്റെ അറബീനെ അവൻ ഒരു അടി കൊടുത്തു. പക്ഷെ അറബി ആ അടിയിൽ ഒറ്റ അടി തന്നെ വീണ് മരിച്ചു. ആ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. അപ്പൊ അവിടുത്തെ നിയമപ്രകാരം ഈ ഭാര്യ പ്രസവിച്ച് ഈ കുഞ്ഞിന് പ്രായപൂർത്തിയായി ഈ കുഞ്ഞ് പറയണം എന്ത് ഇവനെ തല വെട്ടണോ വെട്ടണ്ടേ, വെറുതെ വിടണോ, അതുവരെ ഇവൻ ഇവിടെ ജയിലിൽ കിടക്കണം. അങ്ങനെ ജയിലിൽ വിചാരണ തടവുകാരനായിട്ട് കിടക്കുന്ന ഒരാളാണ് ഈ ഒരു പിന്നെ ബംഗാളിയായ. അങ്ങനെയുള്ള പഴയ ആളുകളാണ് ഈ റൂമിലുള്ളത്. പുതിയ വരുന്ന ആളുകളൊക്കെ ഈ ഹാളിൽ അവരിങ്ങനെ കിടക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അകത്ത ആളുകൾ ഇങ്ങനെ പോകുന്ന അനുസരിച്ചാണ് പുറത്തുനിന്ന് അങ്ങോട്ടുള്ള അഡ്മിഷൻ കിട്ടുക. അപ്പൊ എന്നെ ഇവിടുന്ന് ഡയറക്റ്റ് ഈ 2 അറബികൾ വന്ന് തൂക്കിയെടുത്തിട്ട് അകത്തോണ്ട് വെച്ച് എനിക്ക് അവിടെ ഒരു ബെഡും ഒക്കെ വിരിച്ച് അവിടെ കിടക്കാൻ എല്ലാം പറഞ്ഞാൽ നീ ഇവിടെ കിടന്നു. എന്താ പിന്നീടാണ് എനിക്ക് മനസ്സിലായി എന്താ സംഭവം. കാരണം ഇവർക്ക് ചായയും ഗാവയും ഇതൊക്കെ കൊണ്ടുവരും. അവിടെ ഒരു ഗ്ലാസ്സിൽ ചായ ഉണ്ടാക്കി. അപ്പൊ ഇവര് പിന്നെ അകത്ത് ഈ ചീട്ടുകളി, ചെസ് കളി ഇതൊക്കെ ഉണ്ട്. ചെസ്സൊക്കെ അവർ ഈ അങ്ങനെ ഇവിടുത്തെ പുറത്തുള്ള ചെസ് ബോർഡ് പോലത്തെ അല്ല, ഒരു പ്ലാസ്റ്റിക് ഇത് വെച്ചിട്ടൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ അവർ ഉണ്ടാക്കിയിട്ട് കുതിരേന്റെ ഒക്കെ ദൂരത്തിലേക്ക് ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സംഭവം കണ്ടാൽ ഇതാണെന്ന് മനസ്സിലാവും. അങ്ങനെ ഞാന് പിന്നെ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവരെന്നെ റൂമിലേക്ക് കൊണ്ടുപോയത്. അപ്പൊ അവർക്ക് എനിക്ക് അവിടെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാവിലെ പിന്നെ നാസ്ത പഠിക്കാൻ വേണ്ട ഡ്യൂട്ടി എനിക്കാണ്. ഇവരൊക്കെ കിടന്നുറങ്ങുന്നത്. അവിടെ വരുന്ന സമയത്ത് ഫുഡ് ഇവർക്ക് ഈ റൂമിലേക്കുള്ള ഫുഡ് ഫുള്ള് ഞാൻ കൊണ്ടുവരും, ഇപ്പോൾ മേടിച്ചുകൊണ്ട് വരും. അപ്പൊ കഴിക്കണമെന്ന് ഞാൻ തന്നെ അതിലുള്ള നല്ല നല്ല സാധനങ്ങളൊക്കെ കഴിക്കലും. പിന്നെ ആപ്പിൾ ഉണ്ടാവും, പിന്നെ ഒരു ദിവസം പഴം, ഒരു ദിവസം ആപ്പിൾ, ഒരു ദിവസം ഓറഞ്ച്, ഇങ്ങനെ അതും ഇങ്ങനെ ചേഞ്ച് ആയി വരും. ചുരുക്കി പറഞ്ഞാൽ നല്ല സുഭിക്ഷമായ ആഹാരവും നല്ല ജീവിതമായിരുന്നു ജയിൽ ജീവിതം. ആ ജയിൽ ജീവിതം. പക്ഷെ അവിടെ നിന്നുകൊണ്ട് എന്നെ തൊട്ടടുത്ത് ഒരു 5 വർഷമായിട്ട് കിടക്കുന്ന ഒരാൾക്ക് വരുന്നുണ്ട് ചോദിച്ചപ്പോഴത്തേക്ക് അവന്റെ കാലൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്. അറബിയാണ്, സായദ് എന്നാണ് അവന്റെ പേര്. പിന്നെ അവനോട് ചോദിച്ചപ്പോൾ അവനൊരു ഏകദേശം അന്ന് നോക്കുമ്പോൾ ഒരു 24 വയസ്സുണ്ടാവും പ്രായം. അപ്പൊ ഞാൻ ചോദിച്ചു നീ എങ്ങനെ ഇതായപ്പം നിന്റെ പ്രശ്നം എന്ന് വെച്ചപ്പോൾ അവനൊരു ചെറിയൊരു വലിയൊരു കുറ്റാണ്. അപ്പൊ ഞാൻ ഇവിടെ പറയുന്നില്ല. എന്തായാലും അങ്ങനെ ഒരു
കുറ്റത്തിൽ പെട്ടതുകൊണ്ട് അവനും വേറെ 2 പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ അവൻ കുറ്റം സമ്മതിക്കാത്തതുകൊണ്ട് 5 വർഷത്തിൽ ഇവന് ഇതാക്കി തലകീഴായിട്ട് കെട്ടിയിട്ട് അടിച്ച് അതിന്റെ അങ്ങനെ ഒടിഞ്ഞതാണ് അവന്റെ കാല്. അപ്പൊ ആ കഠിന തടവ് എന്ത് എന്നുള്ളത് നമുക്ക് കൃത്യമായി എനിക്ക് പറഞ്ഞു തന്നു. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഈ 1 മാസം കിടന്നപ്പോ തന്നെ അറബി ഫുള്ള് നല്ലോണം പഠിച്ചു. കുറച്ച് അറബി അറിയാന്ന് ഞാൻ നല്ല അറബി ഇറക്കി, കാരണം എപ്പോഴും ഇവരായിട്ട് അറിഞ്ഞില്ല സംസാരം, അറബികളായിട്ട് സംസാരം. അങ്ങനെ ഇവരുമായിട്ട് സംസാരിച്ച് അങ്ങനെ ഇവന് കഥകളൊക്കെ പറഞ്ഞു, കഠിന തടവിന്റെ സംഭവമൊക്കെ അവൻ പറഞ്ഞു എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന ക്രൂരമായ, ഇവിടെ നമ്മളൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, കഥകളിലൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, ക്രൂരമായ പീഡനങ്ങൾ, ഒരാൾക്ക് കിടക്കാൻ പറ്റുന്ന തരത്തിലുള്ള റൂമുകൾ, ഇരുട്ട റൂമുകൾ, അങ്ങനെ പ്രത്യേകം സെല്ലുകൾ, അങ്ങനെ ഒരാൾക്ക് മൂന്നിരിക്കാൻ പോലും പറ്റാത്ത സ്ഥലത്ത്, ഇതൊക്കെ കഠിന തടവിൽപ്പെട്ടതാണ്. അപ്പൊ ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല, അതും അവൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ അവൻ അനുഭവിച്ച് വന്നിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഇവരുടെയൊക്കെ സംഭവങ്ങളെ കേട്ട് കഥകൾ കേട്ടപ്പോൾ 8, 10 വർഷമായാലും 9 വർഷമായാലും 6 വർഷമായാലും 5 വർഷമായാലും അതിൽ ഏറ്റവും വലിയ വേറൊരു വിഷമം തോന്നിയ 2 പേരെ ഉണ്ടായിരുന്നു. അതിൽ ഒരാളാണ് എനിക്ക് സത്യത്തിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും അത് ചെല്ലുന്ന സമയത്ത് ഞാൻ ആകെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഇവരെ റൂമിൽ കൊണ്ടുപോയെങ്കിലും ഞാൻ ആദ്യമൊക്കെ കുറച്ച് വിഷമത്തിലൊക്കെയായിരുന്നു. അപ്പൊ ആ ദിവസങ്ങളിലൊക്കെ എനിക്ക് ഡ്രസ്സ് വരെ കഴുകി തന്ന ഒരു UP-കാരനുണ്ടായിരുന്നു. സത്യത്തില് എനിക്ക് അവരുടെ കഥ കേട്ടപ്പോഴും വല്ലാത്ത ചിരിയും വിഷമവും ഒക്കെ തോന്നി. ഇപ്പൊ എന്താന്ന് പറഞ്ഞാല് നിസാരമായ ഒരു 2 റിയാലിന് വേണ്ടിയിട്ടാണ് ഇവര് 3 പേരുണ്ട്, ഒരേ നാട്ടുകാരാണ്, UP-കാരാണ്, മുസ്ലിംസ് ആണ്. അങ്ങനെ ഇവര് മസറയിലാണ് പണി. മസറ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ ഈ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലത്താണ്. അങ്ങനെ ഇവര് 2 റിയാലിന് വേണ്ടിയിട്ട് ഇവര് ഒരാൾ ഇങ്ങനെ 3 പേരുണ്ടല്ലോ, അപ്പൊ ഒരാൾ ഇങ്ങനെ എരിയേറ്റി കൊടുത്ത് അങ്ങനെ അവര് തമ്മിൽ തർക്കായി, അവരെ തമ്മിൽ അങ്ങനെ അടിയായി. ഒരുത്തന്നെ എടുത്ത് ഒരു കത്തി എടുത്ത് മറ്റൊരു കുത്തി. ചെറിയ കത്തിയാണ്, പക്ഷെ കുത്തൊന്നും വലിയ സീരിയസ് ആയ കുത്തായിരുന്നില്ല, പക്ഷെ രക്തം വാർന്നാണ് അവൻ മരിച്ചത്. ഇവൻ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സംവിധാനം ഇല്ല. പിറ്റന്നൊക്കെയാണ് അറബി എത്തിയത്. അറബിയുടെ വണ്ടിയിൽ കയറ്റി അവനെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവിടെ എത്തുമ്പോഴത്തേക്ക് ഇവൻ ബ്ലഡൊക്കെ വാർന്ന് മരിച്ചു. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴത്തേക്ക് മരിച്ചു. അപ്പൊ ഈ കുത്തിയവനും കുത്താൻ പ്രേരിപ്പിച്ചവനും ഒക്കെ ജയിലിലാണ് ഇപ്പം. 5 വർഷമായി ഇപ്പൊ അവിടെ ഉണ്ട്. അവരുടെ നാട്ടിൽ നിന്ന് ഇവർ മാപ്പ് കൊടുത്താൽ മാത്രമേ ഇവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. ഇതൊക്കെയാണ് ഈ അവസ്ഥകളൊക്കെ ഇങ്ങനെ കേട്ട സമയത്ത് പലരുടെയും അവസ്ഥകൾ കേൾക്കാൻ തുടങ്ങിയപ്പം സത്യം പറഞ്ഞാൽ എന്റെ എല്ലാ വശവും പോയി. കാരണം ഞാനും ചെറിയൊരു നിസ്സാര കേസ്, എന്റെ കാര്യം പറഞ്ഞാൽ അവര് അറബികളോട് അത് നിന്റെ നിസ്സാര കേസാണ്, അത് കുഴപ്പമില്ല, അത് ഇവിടെ നിന്ന് ഇറക്കി വിടും, കുഴപ്പമില്ല, പ്രശ്നമല്ല എന്ന് പറയും. പക്ഷെ ഇത് തിരക്കി വരാൻ ആരുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഇതുപോലെ എന്നെ വിളിച്ചുകൊണ്ട്, അപ്പൊ ഞാൻ വിചാരിച്ച് പുറത്തു വിടാനായിരിക്കും. അപ്പൊ ഞാനിങ്ങനെ ഒരു ഓഫീസിലേക്ക് ഇത് CID-ന്റെ ഓഫീസിലേക്ക് പോണ സമയത്ത് നോക്കുമ്പോൾ ഊരാളി എന്ന് പറഞ്ഞ സ്ഥലത്ത്, മലപ്പുറം ഊരാളി എന്ന സ്ഥലത്ത് അങ്ങനെ വിളിച്ചുകൊണ്ട് എന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. നമ്മളെ കമ്പനിയിൽ ഒരാൾ പേപ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓഫീസിന്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ കൈയെടുത്ത് കാണിച്ചപ്പോൾ പെട്ടെന്ന് പോലീസിനോട് എന്റെ കമ്പനി ജോലി ചെയ്യുന്ന ആളാന്ന് പറഞ്ഞിട്ട് വന്ന് സംസാരിച്ച്. അപ്പൊ അവരോട് ചോദിച്ചാൽ അവരോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്ന സ്ഥലത്താണ്, ഇന്ന ജയിലിലാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്തായാലും അവൻ പോയി കമ്പനിയിൽ പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അറബി വന്നിട്ട് എന്നെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവന്നു. എന്തായാലും അങ്ങനെ 1.5 മാസത്തോളം ഞാൻ അവിടെ ആ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ. അങ്ങനെ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കുറെ ജീവിതങ്ങൾ, ഒരുപാട് പേരുടെ ജീവിത അനുഭവങ്ങൾ എനിക്ക് ഈ ജയിലിൽ കിടന്നപ്പോൾ കാണാനും കേൾക്കാനും അറിയാനും ഒക്കെ സാധിച്ചു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇന്ന് വരെ ഉള്ള എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ ആയിരുന്നു എൻ്റെ ജയിൽ ജീവിതം. അതെനിക്ക് വളരെ ഉപകാരപ്പെട്ടു. കാരണം ജയിലിലും കിടക്കുന്ന ആളുകളുടെ ജീവിതവും അവസ്ഥകളും അവരുടെ കാരണം കുറ്റം ചെയ്തവരുണ്ട്, കുറ്റം ചെയ്യാത്തവരുണ്ട്, നിരപരാധികളുണ്ട്, അബദ്ധം സംഭവിച്ചവരുണ്ട്, ഇങ്ങനെ പല രീതിയിലാണ് ജയിലിൽ വന്ന് കിടക്കുന്നവരുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ അവസ്ഥകളൊക്കെ എനിക്ക് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അവിടെ നിന്ന് പലപ്പോഴും ചിന്തിക്കും, ഇത് ഈ ജയിലിലേക്ക് വരേണ്ട ഒരു അത്യാവശ്യം നമ്മൾ ഓരോ മനുഷ്യനും ജയിൽ ജീവിതം അറിഞ്ഞിരിക്കണം. കുറ്റം ചെയ്ത് ജയിലിൽ പോകണമെന്നല്ല പറയുന്നത്. ജയിലിൽ നമ്മൾ അകപ്പെടുമ്പോഴാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ജയിൽ ജീവിതം നമുക്ക് തരുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. എൻ്റെ 21-ാമത്തെ വയസ്സിൽ എനിക്ക് തന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, ആ ഒരു പാഠം എന്നെ ജീവിതത്തിൽ വളരെയധികം പവർഫുൾ ആക്കി, എന്ന് വെച്ചാൽ വളരെ ശക്തനാക്കി എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ജീവിതാനുശേഷം ഞാൻ കുവൈത്തിലും ഒക്കെ പോയി ഏകദേശം 15 വർഷത്തോളം ഉണ്ടായിരുന്നു. ആ 15 വർഷത്തിൽ പല ആളുകൾക്കും പല വിഷയങ്ങളും ഇതുപോലെ കേസുപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് കോടതിയിലും അതുപോലെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോകാനും അതിനുവേണ്ടി സംസാരിക്കാനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ എനിക്ക് സാധിച്ചത് ഈ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. ഇന്നും ഇവിടെയും ഇപ്പം UAE-യിലാണെങ്കിലും ശരിയാണ്, പല കാര്യങ്ങളിലും നമ്മൾ കോടതിയും കേസും പോലീസും ഒക്കെ ആയിട്ട്, പോലീസിന്റെ വിഷയങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് പോകുന്നതിൽ യാതൊരു മടിയില്ല. കാരണം ഇവിടെ
പലർക്കും ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകാനും അതുപോലെ കേസ് കൊടുക്കാനും പോകാനൊക്കെ വലിയ ഭയമുള്ള ആൾക്കാരാണ് എല്ലാവരും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വലിയ ഭയത്തോടു കൂടിയാണ്. ഒരാളും പോലീസ് സ്റ്റേഷനിൽ പോകില്ല, കേസ് കൊടുക്കാൻ പോകില്ല, ഒന്നിനും പോകില്ല. അപ്പോൾ എൻ്റെ ജയിൽ ജീവിതം ആ ഒരു 1.5 മാസത്തോളം ഞാൻ അവിടെ കിടന്ന ജയിൽ ജീവിതം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മോട്ടിവേഷനായിരുന്നു എനിക്ക് നൽകിയത്. അതിനുശേഷം ഇങ്ങോട്ടുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പലർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഓരോ പ്രശ്നത്തിൽ ചെന്ന് ഇടപെടുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ നമ്മൾ നേരിടുമ്പോഴാണ് നമുക്ക് മാനസികമായി കരുത്ത് ലഭിക്കുക. അല്ല നമ്മൾ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിന്നാൽ ഒരിക്കലും നമുക്ക് കരുത്ത് ലഭിക്കില്ല. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഇന്ന് വരെയുള്ള ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ ഈ ജയിൽ ജീവിതമാണ്. അപ്പം ഞാൻ അപ്പോഴെൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം ഓർമ്മ വരും. കാരണം യൂസുഫ് നബി അലൈഹി ഇസ്ലാം ചെറിയ പ്രായത്തിൽ സ്വപ്നം കണ്ടത് എന്തായിരുന്നു? 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും സാഷ്ടാംഗം വഹിക്കുന്നതായിട്ടാണ്. ഇത് പിതാവായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനോട് പറയുകയും ആ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം മകനോട് പറഞ്ഞു ഇത് ആരും സഹോദരങ്ങളോട് പറയരുതെന്ന് പറഞ്ഞു. എന്നാൽ സഹോദരങ്ങൾ ഇതൊക്കെ അറിയുകയും അവസാനം ഈ പൊട്ടക്കിണറ്റിൽ സഹോദരങ്ങൾ കൊണ്ടിടുകയും അവിടെ നിന്ന് മാർക്കറ്റിൽ എത്തുകയും അവിടെ അടിമച്ചന്തയിൽ വരികയും അടിമച്ചന്തയിൽ നിന്ന് കൊട്ടാരത്തിലെത്തുകയും കൊട്ടാരത്തിൽ നിന്ന് ജയിലിലേക്ക് പോവുകയും പിന്നും അധികാരത്തിലേക്ക് രാജാധികാരത്തിലേക്കൊക്കെ മന്ത്രിസ്ഥാനത്തേക്കൊക്കെ എത്തുകയും അതിനുശേഷം ഉമ്മയും ഈ 11 സഹോദരങ്ങളും കൂടി മൂപ്പരടുക്കലേക്ക് വരുന്ന ഒരു സംഭവമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ സംഭവമാണ് മൂപ്പരത്ത് കുട്ടിക്കാലത്ത് സ്വപ്നം കണ്ടത്. 11 സഹോദരന്മാരും ഉമ്മയും ബാപ്പയും സഹായം ചോദിച്ച് ആരുടെ അടുക്കലേക്ക് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ അടുക്ക് വരുമെന്ന് ഒരു സ്വപ്നമാണ് കുട്ടിക്കാലത്ത് കണ്ടത്. പക്ഷെ ആ സ്വപ്ന സാക്ഷാത്കാരം നടക്കുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം, അത് എന്തെല്ലാം സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥലത്തേക്ക് എത്തിക്കണമെങ്കിൽ നമ്മളെ പല വഴികളിലൂടെ നടത്തുമെന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് നമ്മളും. എന്നെ സംബന്ധിച്ച് ഞാൻ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ വിഷയങ്ങളെയും ഞാൻ അങ്ങനെ കാണും. നമ്മളുടെ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ അള്ളാഹു എത്തിക്കുന്നുവെങ്കിൽ നമ്മളെ പല വഴികളിലൂടെ നടത്തിക്കും. അപ്പൊ നമുക്ക് ജയിൽ ജീവിതം ഉണ്ടാവും, ചിലപ്പോൾ മറ്റുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവും, പല പരീക്ഷണങ്ങളും നമ്മൾ നേരിടേണ്ടി വരും. അതിൻ്റെയൊക്കെ ഒരു ലാസ്റ്റ് റിസൾട്ട് ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ എന്താണോ സംഭവിക്കാൻ പോണത് ആ റിസൾട്ട്. അപ്പൊ നമുക്ക് ഉണ്ടാകുന്ന റിസൾട്ട് നല്ലൊരു റിസൾട്ട് ആയിരിക്കട്ടെ. എല്ലാവർക്കും ഉള്ള റിസൾട്ട് നല്ലൊരു റിസൾട്ടായി ഈമാനോടുകൂടി മരിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് സന്തോഷത്തോടുകൂടെ ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇനിയും വീണ്ടും ഒരുപാട് കഥകൾ പറയാനുണ്ട്, ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. ഇനിയും ഈ സംഭവങ്ങളൊക്കെ, ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് വീണ്ടും എൻ്റെ വീഡിയോ ലഭിക്കുവാൻ വേണ്ടി ഇതെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.